അവരെല്ലാവരും യാത്ര പറഞ്ഞു പോയതും നന്ദു ആ കണ്ണാടി പോലെയുള്ള വാതിലിനടുത്തേക്ക് നടന്നു. പതിയെ അതിൻ്റെ ഹാൻഡിലിൽ പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. അവിടെ ചെറിയൊരു ടെറസ് പോലെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് അതിൻ്റെ റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കി നിന്നു. പുറത്തുനിന്നും ഒരു തണുത്ത കാറ്റ് പതിയെ അവളെ ഒന്ന് തലോടി. അവൾ കണ്ണുകൾ പതിയെ അടച്ചു. 4 വർഷത്തെ അവളുടെ ജീവിതം മനസ്സിൽ കൂടി കടന്നുപോയി. എന്തിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിച്ച പോലെയുള്ള ഫീലായിരുന്നു അവൾക്ക്. ഇത്രയും നാൾ താൻ അനുഭവിച്ച ഏകാന്തത, വിഷമം, ആരുമില്ല എന്നുള്ളൊരു തോന്നൽ, അതൊക്കെ അവളിൽ നിന്നും ഇല്ലാതെയായി പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അവരെ യാത്രയച്ചതിനു ശേഷം അകത്തേക്ക് കയറി വന്ന ജീവൻ കണ്ടത് പുറത്തെന്തോ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നന്ദുവിനെയാണ്. അത് കണ്ടതും അവനും അവിടേക്ക് നടന്നു. അവൻ പുറകിൽ കൂടി ചെന്ന് അവളെ വട്ടം പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. വിച്ചേട്ടാ. പുറകിൽ അവൻ്റെ സാമീപ്യം അറിഞ്ഞതും അവൾ വിളിച്ചു. അതിനവനൊന്ന് മൂളി. വിച്ചേട്ടാ, ഞാൻ ഓർക്കുമായിരുന്നു എൻ്റെ ലൈഫിൽ കടന്നുപോയ 4 വർഷത്തെ പറ്റി. അവൾ പറഞ്ഞതും അവൻ കുറച്ച് ദേഷ്യത്തോടെ അവളുടെ കഴുത്തിൽ നിന്നും മുഖമെടുത്തു. അത് മനസ്സിലായതും അവൾ തല ചരിച്ചു വെച്ചുകൊണ്ട് അവനെ നോക്കി. നിനക്കിതുവരെ മതിയായില്ലേ നന്ദു? ഇനി എന്നെ ദേഷ്യം പിടിപ്പിച്ചേ നീ അടങ്ങുള്ളോ? അവൻ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. വിച്ചേട്ടാ, മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ ഓർക്കാൻ ശ്രമിക്കുന്നത്. വിച്ചേട്ടനറിയുമോ, ഞാൻ അവിടെ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു. പേരഞ്ജലി. കേസ് എന്താണെന്നറിയോ? അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും സംശയത്തോടെ അവളെ നോക്കി. ഭർത്താവിനെ കൊന്നതാ, കഴുത്ത് ഞെരിച്ചു കൊന്നു. എന്തിനാണെന്നറിയോ? ആ ചേച്ചിയെ ചതിച്ചതിന്. ആ ചേച്ചിയെ വിവാഹം കഴിച്ചിട്ട് ഒരു മോളും ഉണ്ടായിട്ട് അയാൾ മറ്റു പല സ്ത്രീകളുമായിട്ട് ബന്ധം കൊണ്ടുപോയി. എന്നാൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നപോലെ ഒരു ദിവസം ചേച്ചി അത് കണ്ടുപിടിച്ചു. ചോദിച്ചപ്പോൾ അയാൾ കള്ളം പറഞ്ഞു. പറയുന്നത് കള്ളാണെന്ന് അറിഞ്ഞിട്ടും ചേച്ചി അത് വിശ്വസിക്കുന്നത് പോലെ അയാളുടെ മുൻപിൽ നടിച്ചു. എന്നാൽ അത് സത്യമല്ലെന്ന് ആ ചേച്ചിക്കും അയാൾക്കും ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ അവസാനം തൻ്റെ മകൾക്ക് അങ്ങനെ ഒരു അച്ഛനെ വേണ്ടെന്ന് ആ ചേച്ചി തീരുമാനിച്ചു. കൊന്നു അയാളെ. എന്നിട്ട് പോലീസുകാർക്ക് മുൻപിൽ കീഴടങ്ങി. അവളത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അപ്പോൾ ആ കുഞ്ഞോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. കുഞ്ഞിനെ ചേച്ചി സ്വന്തം വീട്ടുകാരെ ഏൽപ്പിച്ചു. ഇപ്പോൾ 6 വർഷമായി. ആ മോൾക്കിപ്പോൾ 7 വയസ്സോളം ഉണ്ടായിരിക്കും. അവൾക്ക് ചിലപ്പോൾ വളർന്നു വരുമ്പോൾ അവളുടെ അമ്മ ഒരു കൊലപാതകിയായിരിക്കും. പക്ഷെ ആ ചതിയൻ ഇവരുടെ കൂടെ ഉണ്ടെങ്കിലോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിന് അവൻ ഉത്തരവൊന്നും പറഞ്ഞില്ല. ആ ചേച്ചി എന്നോട് ഈ കഥകളൊക്കെ പറഞ്ഞു പോയപ്പോൾ ഞാൻ ആരെയാണെന്നറിയോ ഓർത്തത്? അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിനവൻ ഒന്നും മിണ്ടാതെ അവളുടെ നെറുകയിലൊന്ന് തലോടി. അവൾ ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് അവനറിയാമായിരുന്നു. ഞാനപ്പോൾ ഓർത്തത് എൻ്റെ അനുചേച്ചിയെ പറ്റിയായിരുന്നു. ആ അഞ്ജലി ചേച്ചിക്ക് തൻ്റെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും അയാളെ ഒന്നും ചെയ്യാതെ വിടായിരുന്നു. പക്ഷെ ആ ചേച്ചി അത് ചെയ്തില്ല. അപ്പോൾ അത്രത്തോളം ആ ചേച്ചിക്ക് അയാളോട് വെറുപ്പുണ്ടായിട്ടല്ലേ ആ ചേച്ചി അയാളെ കൊന്നത്? പക്ഷെ ആ സ്ഥാനത്ത് എൻ്റെ അനുചേച്ചി എന്താ ചെയ്തത്? അയാൾ അത്രയൊക്കെ എൻ്റെ ചേച്ചിയോട് ചെയ്തിട്ടും ഇച്ചിപ്പോയെന്ന് പോലും അയാളോട് അനുചേച്ചി പറഞ്ഞിട്ടില്ല. അയാൾ ചെയ്യുന്നതിൽ വിഷമം ഉണ്ടെങ്കിൽ പോലും മരിക്കുന്നത് വരെയും എൻ്റെ ചേച്ചി അയാളെ വെറുത്ത് കാണില്ല. അത്ര ഇഷ്ടമായിരുന്നു എൻ്റെ ചേച്ചിക്ക് അയാളെ. അല്ലേ വിച്ചേട്ടാ? അവൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവന് തിരികെ അതിന് മറുപടിയൊന്നും ഇല്ലായിരുന്നു. അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. ഞാൻ അഞ്ജലി ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ അയാളെ കൊന്നതെന്ന്. ആ ചേച്ചിക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും പൊയ്ക്കൂടായിരുന്നോ? അപ്പോൾ ആ കുഞ്ഞിന് കൊലപാതകയായിട്ടുള്ളൊരു അമ്മയെ കിട്ടില്ലായിരുന്നല്ലോ എന്ന്. ശരിയായിരുന്നു, ആ കുട്ടിക്ക് അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ? അവനും സംശയത്തോടെ അവളോട് ചോദിച്ചു. അതിന് ആ ചേച്ചി പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? ആ ചേച്ചി അയാളെ അങ്ങനെ വെറുതെ വിടുകയാണെങ്കിൽ, ആ ചേച്ചി അയാൾക്ക് അങ്ങനെ ഡിവോഴ്സ് കൊടുത്താൽ തീർച്ചയായിട്ടും ചേച്ചിയെ കുറ്റക്കാരിയാക്കിക്കൊണ്ട് അയാൾ മറ്റൊരു വിവാഹം കഴിക്കും. അയാളുടെ ഭാഗത്ത് തെറ്റ് അയാൾ ഒരിക്കലും തുറന്നു പറയില്ല. ചിലപ്പോൾ അയാൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും അയാളുടെ തെറ്റ് മനസ്സിലാക്കണമെന്നില്ല. അത്രത്തോളം കുതന്ത്രമായിട്ടാണ് അയാൾ ആ ചേച്ചിയെ ചതിച്ചുകൊണ്ടിരുന്നത്. ആ ചേച്ചിക്ക് പറ്റിയ ഒരു അവസ്ഥ മറ്റൊരു പെൺകുട്ടിക്കും വരരുതെന്ന് ആ ചേച്ചി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. വിട്ടുകള നന്ദു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതൊന്നും എൻ്റെ നന്ദു ഓർക്കണ്ട. ഇത് നമ്മുടെ ദിവസമാണ് നന്ദു, നമ്മുടെ മാത്രം ദിവസം. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ശരിയാ വിച്ചേട്ടാ, ഇത് നമ്മുടെ മാത്രം ദിവസമാണ്, നമ്മുടെ മാത്രം ദിവസം. എനിക്കെൻ്റെ വിച്ചേട്ടനെ മാത്രം നന്ദു ആകേണ്ട ദിവസം. ഇത്രയും വർഷം ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് വിച്ചേട്ടാ ഞാൻ കാത്തിരുന്നത്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനി എൻ്റെ നന്ദു കരയാൻ പാടില്ല. ഈ കണ്ണുകൾ ഇനി എൻ്റെ മുൻപിൽ നിറയ്ക്കരുത്. നിൻ്റെ ഈ കണ്ണ് നിറയുമ്പോൾ എൻ്റെ നെഞ്ച് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? നിൻ്റെ കണ്ണുകൾ ഒരിക്കലും നിറയരുതെന്നാണ് നന്ദു ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കത് സഹിക്കാൻ കഴിയില്ല. അവൻ പറഞ്ഞതും അവൾ സ്വയം കണ്ണുകൾ തുടച്ചു. എനിക്കറിയാം വിച്ചേട്ടാ, ഇനി ഞാൻ കരയില്ല വിച്ചേട്ടാ, ഒരിക്കലും കരയില്ല. അതും പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവനെ മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ അവൾ ചുണ്ടുകൾ ചേർത്തു.
അവനും അതേ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, പ്രണയത്തോടെ അവളെ ചേർത്തു പിടിച്ചു. നന്ദു, അവൻ വിളിച്ചതും അവൾ അവന്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളും അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. വിച്ചേട്ടാ, അവൾ വിളിച്ചതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ ചുണ്ടുകൾ അവളുടെ ഇരു കവളിലും പതിഞ്ഞു. അവൾ അവന്റെ കഴുത്തിൽ കൂടി ഇരു കൈകളും ഇട്ടുകൊണ്ട് വിരലുകളിലൊന്ന് ഉയർന്നു പൊങ്ങി. അവൻ സംശയത്തോടെ അവളെ നോക്കി. അവൾ അവന്റെ നെറ്റിയിലും കവളിലും ഇരു കണ്ണുകളിലും മറ്റും ചുണ്ടുകൾ ചേർത്ത് താഴേക്കിറങ്ങാൻ പോയതും അവൻ അവളെ തന്റെ ഇരു കൈകളിലും പൊക്കിയെടുത്തു. അവൾ ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ നെറ്റിയിൽ തന്റെ നെറ്റി മുട്ടിച്ചു. എൻ്റെ നന്ദുവും ഞാനും മാത്രമായിട്ടുള്ള നമ്മുടെ ദിവസം. എല്ലാ അർത്ഥത്തിലും ഞാൻ എൻ്റെ നന്ദുവിനെ സ്വന്തമാക്കാൻ പോകുക. അവൻ അങ്ങനെ തന്നെ നെറ്റിമുട്ടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ അവൻ്റെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി. അവൻ അവളെയും കൂട്ടി കട്ടിലിനടുത്തേക്ക് നടന്നു. അവളുടെ ചുണ്ടിൽ കുസൃതിച്ചിരിയായിരുന്നു. കണ്ണുകളിൽ പ്രണയമായിരുന്നു, തൻ്റെ വിച്ചേട്ടനോടുള്ള പ്രണയം. അവൻ അവളെ കട്ടിലിലേക്ക് കിടത്തി. പിന്നെ അവളുടെ അടുത്തേക്ക് അവനും കിടന്നു. അവൾ അപ്പോഴും പുഞ്ചിരിയോടെ അവനെ നോക്കുകയായിരുന്നു. അവൻ തൻ്റെ വലത് കൈകൊണ്ട് അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് തഴുകി. അവൾ കണ്ണുകൾ പതിയെ അടച്ചു. അപ്പോഴും ആ പുഞ്ചിരി അതേപോലെ ഉണ്ടായിരുന്നു. നെറ്റിയിൽ നിന്നും മൂക്കിലേക്കും അവിടെ നിന്ന് ചുണ്ടിലേക്കും ശേഷം കഴുത്തിൽ നിന്ന് അവളുടെ മാറിലേക്കും അവൻ തഴുകി. അവൾ നോക്കുന്നത് കണ്ടതും അവനും അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ പുരുകം പൊക്കി എന്താണെന്നുള്ള രീതിയിൽ അവളോട് ചോദിച്ചു. അതിനവൾ ഒന്നുമില്ല എന്ന പുഞ്ചിരിയോടുകൂടി അവനെ നോക്കി തലയാട്ടി. അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്ക് നീണ്ടു. അവളുടെ ചുണ്ടുകൾ ചെറുതായി വിറകൊള്ളുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ മുഖത്ത് കൈവച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് ചുംബിച്ചു. ഒരുപാട് നാൾക്ക് ശേഷം അവനിൽ നിന്നും അങ്ങനെ ഒരു ചുംബനം കിട്ടിയ അവൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചുകൊണ്ട് കണ്ണുകളെ അടച്ചു. അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പതിയെ നുണഞ്ഞു. മേൽചുണ്ടും കീഴ്ചുണ്ടും ഉൾപ്പെടുത്തിയുള്ള വന്യമായ ചുംബനം. അവ രണ്ടും മാറി മാറി ചുംബിക്കുമ്പോൾ അവളുടെ കരങ്ങൾ അവൻ്റെ ശരീരത്തിലേക്ക് അമർന്നു. ചുംബിക്കുന്നതിൻ്റെ ഏതോ ഒരു യാമത്തിൽ നന്ദുവും തിരികെ അവനെ ചുംബിച്ചു തുടങ്ങിയിരുന്നു. അവർ പരസ്പരം ചുംബിച്ചു. കാറ്റ് പോലും കടന്നു വരാത്ത വിധത്തിലുള്ള ചുംബനം. ഏറെ നേരത്തെ ചുംബനത്തിന് ശേഷം അവർ വിട്ടുമാറുമ്പോൾ നന്ദുവും ജീവനും ഒരുപോലെ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവൾ ശ്വാസം എടുത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. ഇരുവർക്കും പരസ്പരം കണ്ട് ചിരി വന്നു. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി. അവൾ തൻ്റെ ഇരു കൈകൾ കൊണ്ടും അവനെ ചേർത്ത് പിടിച്ചു. അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളുടെ കഴുത്തിൽ അലഞ്ഞു. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവയെല്ലാം സ്വീകരിച്ചു. ചുംബനത്തിൻ്റെ ഏതോ മാത്രയിൽ അവൻ്റെ വലത് കൈ അവളിൽ മുറുകി. പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവൾ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ അവളെ മതിയാവോളം ചുംബിച്ചുകൊണ്ടിരുന്നു. സമയം കടന്നു പോകവേ ഇരുവരും അർത്ഥനഗ്നരായി. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചവനെ കൂടുതൽ അവളിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. അവിടെ നിന്നും അവൻ അവളുടെ വയറ്റിലേക്ക് മുഖം പൊഴ്ത്തി. അവൾ അവൻ്റെ തലമുടിയിൽ കോർത്തു പിടിച്ചു. അവളിൽ നിന്നും നേർത്ത ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി. വിച്ചേട്ടാ, അവൾ നാണത്തോടെ അതിലുപരി ചളുപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. നന്ദു, എന്തിനാ നാണിക്കുന്നത്? ഞാനല്ലേ? അവൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. അവൻ വീണ്ടും അവളുടെ കവളിൽ നിന്ന് ചുംബിച്ചു. ഒന്നുകൂടി അവളുടെ ശരീരത്തിൽ ചുംബിച്ചുണർത്തി. ഒടുവിൽ തൻ്റെ നന്ദുവിനെ പൂർണ്ണമായി അറിയാൻ അവനും തൻ്റെ വിച്ചേട്ടനെ അറിയാൻ അവളും മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും തയ്യാറെടുത്തു. റൂമിലുണ്ടായിരുന്ന AC-യുടെ തണുപ്പിൽ പോലും അവൻ്റെയും അവളുടെയും ശരീരത്തിൽ വിയർപ്പ് തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒടുവിൽ പ്രണയത്തോടൊപ്പം കാമവും കലർന്നപ്പോൾ അവർ ഇരുവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി തീർന്നു. തൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് നന്ദു. അവന് ഒരു കൈകൊണ്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ പതിയുന്നുണ്ട്. അതിനനുസരിച്ച് അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് കിടന്നു. ഇപ്പോൾ എൻ്റെ നന്ദു ഹാപ്പിയായോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് മൂളി. പണ്ട് നമ്മൾ തമ്മിൽ ഉടക്കിയിരുന്ന സമയത്ത് നീ എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നന്ദു? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചെറിയ ചിരിയോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദേഷ്യമുണ്ടായിരുന്ന സമയത്ത് താൻ എന്തൊക്കെയാണ് അവനോട് പറഞ്ഞിട്ടുള്ളത്? പക്ഷെ അവൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ദേഹത്ത് തൊട്ടുപോകരുത്. നീ ആരാ എൻ്റെ ദേഹത്ത് തൊടാൻ? നിനക്ക് എന്തവകാശമുള്ളത്? ഇനി മേലാ നിൻ്റെ കൈകൾ എൻ്റെ ശരീരത്തിൽ പതിയരുത്. ഞാൻ നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കില്ല. നിങ്ങളെ വിവാഹം കഴിക്കേണ്ടി വന്നാൽ ഞാൻ എൻ്റെ തലമുടി മുറിക്കും. അവൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ അവൻ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. സംശയിക്കണ്ട, നീ തന്നെ എന്നോട് പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ. ഞാനിതൊന്നും മറന്നിട്ടില്ല. അന്ന് വിഷ്ണുവിൻ്റെ വീട്ടിൽ വെച്ച് നീയും ഞാനും തമ്മിൽ കണ്ടില്ലേ? അന്ന് നിന്നെ ടോർച്ചർ ചെയ്യാനാണെന്ന് പറഞ്ഞ് നീ എന്നോട് ദേഷ്യപ്പെടാൻ വേണ്ടി വന്നില്ലേ? നിന്നോട് ജയിക്കാൻ വേണ്ടി ഞാൻ നിന്നെ കിസ് ചെയ്തില്ലേ? അപ്പോൾ എൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് നീ പറഞ്ഞതാ. പിന്നീട് പലപ്പോഴായിട്ടും എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെയാണ് ഇതൊക്കെ. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. എനിക്കിതൊന്നും ഓർമ്മയില്ല വിച്ചേട്ടാ. അന്ന് ദേഷ്യമുള്ളപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ അപ്പം തന്നെ മറക്കും. വിച്ചേട്ടനിതൊക്കെ എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്കിപ്പുറം ഓർത്തിരിക്കാൻ പറ്റുന്നത്? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു.
എൻ്റെ നന്ദുവിനെ ചുറ്റിയുള്ള കാര്യങ്ങൾ എനിക്ക് ഇന്നലെ പോലെ ഓർമ്മയുണ്ട് നന്ദു. എനിക്കങ്ങനെയൊക്കെ മറക്കാൻ പറ്റുമോ? അവൻ ചിരിയോടെ അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനന്ന് ഇങ്ങനെയൊക്കെ ഏട്ടനോട് പറഞ്ഞത് ഏട്ടന് ഒരുപാട് വിഷമമായല്ലേ? അതുകൊണ്ടല്ലേ ഏട്ടൻ ഇതൊക്കെ അതുപോലെ ഓർത്തിരിക്കുന്നത്? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കാതെ നന്ദു. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല ഇതൊന്നും ഓർത്തിരിക്കുന്നത്. എനിക്കെൻ്റെ നന്ദുവിനെ പറ്റിയുള്ള ഒരു ഓർമ്മ പോലും മറക്കുന്നത് ഇഷ്ടമല്ല. നീ പറഞ്ഞതും നീ ചെയ്തതും അത് സന്തോഷമായാലും ദേഷ്യമായാലും സങ്കടമായാലും ഞാനത് ഓർത്തിരിക്കും. അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ നന്ദുവിന് വിഷമമായോ? അവൾ അങ്ങനെ മൂളുന്നത് കേട്ടതും അവൻ സംശയത്തോട് ചോദിച്ചു. ഏയ് ഇല്ല വിച്ചേട്ടാ, എനിക്കതൊന്നും ഓർമ്മയില്ലല്ലോ എന്നോർത്തപ്പോൾ സങ്കടം തോന്നി. എൻ്റെ ഒരു ചെറിയ കാര്യം പോലും വിച്ചേട്ടൻ ഓർത്തിരിക്കാറുണ്ട്. അതിനെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നോർത്തപ്പോൾ ഇപ്പോൾ ഒരു വിഷമം. അവൾ പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. അതിനെപ്പറ്റി ഓർത്ത് എൻ്റെ നന്ദുവിന് വിഷമിക്കണ്ട. ഞാനതൊക്കെ നിൻ്റെ ഒരു കുട്ടിക്കളിയായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ നന്ദു. സത്യം പറഞ്ഞാൽ എൻ്റെ നന്ദു ദേഷ്യപ്പെടുന്നത് കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നിൻ്റെ ദേഷ്യം കാണാൻ വേണ്ടി മാത്രം ഞാൻ ഓരോന്ന് പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ പഴയ നന്ദുവിനെയാണ് ഇഷ്ടം. എന്നോട് കുറുമ്പ് കാണിക്കുന്ന, എന്നോട് ദേഷ്യപ്പെടുന്ന ആ നന്ദുവിനെ എനിക്ക് വേണ്ടത്. അത് മാത്രമല്ല നന്ദു, ഇനി നീ എന്നോട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നോട് ദേഷ്യപ്പെടാൻ കഴിയില്ല. കാരണം എൻ്റെ മനസ്സിൽ അത്രയും എൻ്റെ നന്ദു ഉണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഈ ലോകത്ത് എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് നീയായിരിക്കും. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഏട്ടനോട് ഒരു കാര്യം ചോദിക്കട്ടെ? ജസ്റ്റ് ഒരു തമാശയായിട്ട് എടുത്താൽ മതി. അവൾ പറഞ്ഞതും അവൻ ചോദിക്കുന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ജയിലിലായിരുന്ന ആ ദിവസങ്ങളിൽ ഏട്ടന് എപ്പോഴെങ്കിലും മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു കൂട്ടു വേണമെന്ന്? ഞാൻ ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. ആ നിമിഷം ഏട്ടൻ ഒറ്റയ്ക്കായിരുന്നില്ലേ? അപ്പോൾ അവൾ ബാക്കി പറയാൻ പഠിച്ചു. അവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവന് നല്ലതുപോലെ മനസ്സിലായി. നന്ദു ചോദിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവൾ ബാക്കി പറയാൻ മടിക്കുന്നത് കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് അവളും ഒന്ന് പുഞ്ചിരിച്ചു. നന്ദു, ഈ ലോകത്ത് രണ്ട് തരത്തിലുള്ള പ്രണയങ്ങളുണ്ട്. ഒന്ന് ശരീരത്തോട് തോന്നുന്ന പ്രണയം. അതിൽ പുറമേ കാണുന്ന സൗന്ദര്യവും ശരീരവടിവും ഒക്കെയായിരിക്കും പ്രധാനമായിട്ട് വരുന്നത്. അത് ആർക്കെങ്കിലും ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റേയാൾ മറ്റൊരു പ്രണയം തേടി പോകും. അവിടെ മനസ്സുകൊണ്ട് പ്രണയം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതെന്തോ അങ്ങനെയാണ്. ഇനി രണ്ടാമത്തൊരു പ്രണയമുണ്ട്. 100-ൽ 10-12% മാത്രം കാണുന്ന പ്രണയം. അതാണ് യഥാർത്ഥ പ്രണയം. അവിടെ ശരീരം മാത്രമല്ല ഒരു ഘടകമായിട്ട് വരുന്നത്, മനസ്സും കൂടിയാ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വന്തം പാർട്ട്ണറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്ത് പ്രണയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരാളെ ജീവിതത്തിലേക്ക് കിട്ടുന്നവർ ഈ ലോകത്ത് വെച്ച് ഏറ്റവും ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതിയാണെന്നൊക്കെ ഞാൻ പറയും. കാരണം അവർ പ്രണയിക്കുന്നതും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ശരീരത്തിനല്ല, മറിച്ച് തൻ്റെ പാർട്ട്ണറിൻ്റെ മനസ്സിനായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലൊരാൾക്ക് സൗന്ദര്യം നഷ്ടപ്പെട്ടാലോ സൗന്ദര്യം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ശരീരം കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ അതൊന്നും മറ്റൊരാളുടെ പ്രണയത്തെ ഒരിക്കലും ബാധിക്കില്ല. എനിക്കെൻ്റെ നന്ദുവിനോട് തോന്നിയത് ആ പ്രണയമാണ്. എനിക്ക് നിൻ്റെ ശരീരത്തോട് ഒരിക്കലും അമിതമായിട്ടുള്ളൊരു ഇഷ്ടം തോന്നിയിട്ടില്ല. നീ എൻ്റെ പെണ്ണാണ്. ഞാൻ നിൻ്റെ ശരീരത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനമായിട്ടും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് നിൻ്റെ മനസ്സിനാണ്. ഞാൻ പ്രണയിച്ചതും ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ഒക്കെ നീ എന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് നീ എന്നോട് ദേഷ്യപ്പെടുമ്പോഴും ഓരോന്ന് കാണിക്കുമ്പോഴും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോഴും എനിക്ക് നിന്നോട് ദേഷ്യം തോന്നാത്തത്. അവൻ അതൊക്കെ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ അവൻ്റെ നെഞ്ചിൽ പതിച്ചിരുന്നു. അത് അവളുടെ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരാണെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ ഒന്നുകൂടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നന്ദുവിൻ്റെയും അവളുടെ വിച്ചേടിൻ്റെയും പ്രണയം അതിവിടെ അവസാനിക്കുന്നു. പ്രണയം അതൊരു മാന്ത്രികമാണ്. ജീവൻ അവൻ്റെ നന്ദുവിനോട് തോന്നിയത് അതിരുകളില്ലാത്ത പ്രണയമായിരുന്നു. അതിൽ മാസങ്ങളോ വർഷങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ വെറുപ്പിനെ പോലും അവൻ പ്രണയമാക്കി തീർത്തിരുന്നു. അവസാനിച്ചു.